മലമ്പാമ്പിന്റെ ഇറച്ചി കണ്ടെത്തിയ സംഭവത്തിൽ കേസിൽ നിന്ന് ഒഴിവാക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയതായി പ്രതിയുടെ പരാതി. തൃശൂർ കൊന്നക്കുഴി സ്റ്റേഷന് കീഴിൽ ചാർജ് ചെയ്ത കേസിലാണ് അങ്ങനെ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. തൃശൂർ ആളൂർ സ്വദേശിയുടെ വീട്ടിൽ നിന്നും ഇറച്ചി പിടികൂടിയ സംഭവത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പണം വാങ്ങിയെന്നുള്ള ആരോപണം ഉയരുന്നത്. ആളൂരിലെ ദേവസ്യയുടെ വീട്ടിൽ നിന്നാണ് ഇക്കഴിഞ്ഞ മെയ് മാസം 29-ാം തീയതി മലമ്പാമ്പിന്റെ ഇറച്ചി പിടികൂടിയത്. ദേവസ്യയുടെ ഭാര്യയാണ് ബന്ധുവായ ജോബിയുടെ പക്കൽ നിന്ന് ഇറച്ചി വാങ്ങി അടുക്കളയിൽ വെച്ചത്. രഹസ്യ വിവരത്തെ തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ഇറച്ചി പിടികൂടിയത്. വീട്ടുകാർക്കെതിരെ കേസെടുക്കും എന്ന അവസ്ഥയിലാണ് മറ്റുള്ളവരെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പണം നൽകിയതെന്ന് ദേവസ്യ പറയുന്നു. ഭാര്യയാണ് പണം നൽകിയിരുന്നത്. താൻ ജയിലിലായിരുന്നതിനാൽ എത്ര നൽകിയെന്ന് അറിയില്ല. വീട്ടില് വേറെ സ്ത്രീകളുണ്ടായിരുന്നു. മേരി, അത് മേരി എന്റെ ഭാര്യനെ കാർമാരോട് പറഞ്ഞ് ക്ലിയർ ചെയ്ത് ഒഴിവാക്കി. ഞാനത് കേട്ടിട്ടുണ്ട്. ഒരു കാശ് വല്ലതും വാങ്ങിച്ചായിരുന്നോ? കാശ് പോയിട്ടുണ്ടെന്ന് തോന്നണേ. ഞാൻ 3 ലക്ഷം രൂപ കൊടുത്തു. അതാണ് ഞാൻ ന്യൂസ് കേട്ടത്. അതപ്പോ ആരോ കൊടുത്തത്? ചേച്ചി ഭാര്യ കൊടുത്തത്. ഷെഡ്യൂൾ 1 കാറ്റഗറിയിൽപ്പെടുന്ന മലമ്പാമ്പിന്റെ ഇറച്ചി കൈവശം വെച്ചാൽ 7 വർഷം വരെ ചുരുങ്ങിയത് തടവ് ശിക്ഷ ലഭിക്കും. എന്നാൽ ദേവസ്യയ്ക്ക് ഇത് മലമ്പാമ്പിന്റെ ഇറച്ചിയാണെന്ന് സംബന്ധിച്ച് അറിവുണ്ടായിരുന്നില്ല എന്നാണ് ഭാര്യ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് തന്നെ പറഞ്ഞത്. കേസിൽ ഇറച്ചി കൊണ്ടുവന്ന ജോബിൻ 1-ാം പ്രതിയും ദേവസ്യ 2-ാം പ്രതിയുമാണ്. ഗുരുതര ആരോപണങ്ങളാണ് വനംവകുപ്പിനെതിരെ ഉയരുന്നത്. കൈക്കൂലി ആരോപണങ്ങൾ സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്നാണ് വനംവകുപ്പിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. പരിയാരം റേഞ്ചിന് കീഴിലെ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് ഇത് സംബന്ധിച്ച കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആരും പണം വാങ്ങിയിട്ടില്ല. കേസ് ഇപ്പോഴും അന്വേഷണത്തിലാണെന്നാണ് പരിയാരം റേഞ്ച് ഓഫീസറുടെ പ്രതികരണം. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.